നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് കണ്ടാലേ ഗാർഗി റിയാക്ട് ചെയ്യും. അത് അമ്മയായാലും അങ്കിൾ ആയാലും ഭർത്താവായാലും ആരായാലും. അങ്ങനെയാണെങ്കിൽ പാർവതിക്ക് ജയ് വിളിച്ച് നീ കുറച്ചു ദിവസം കിടക്കവിടെ. അതോടെ നിന്റെ സൂക്കേട് മാറിക്കോളും. എന്നെ പൂട്ടയിടാനല്ലേ നിങ്ങൾക്ക് കഴിയൂ? എന്റെ നാവ് പിഴുതറിയാനൊന്നും നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളോ അമ്മയോ അങ്കിളോ ഒക്കെ ആ പാർവതിയോട് ചെയ്യുന്നത് ദുഷ്ടത്തരോ തെമ്മാടിത്തരം. പൂട്ടിയിട്ടാലും ഗാർഗി ആ സത്യമൊക്കെ വിളിച്ചു പറയും. ഉറക്കം വിളിച്ചു പറയും. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മര്യാദ പഠിക്കേണ്ടത് ഞാനൊന്നും അല്ല, നിങ്ങളും നിങ്ങളുടെ അമ്മയോ അങ്കിളോ ഒക്കെയാ. നിങ്ങൾ മൂന്നൂരോ മര്യാദ പഠിക്കേണ്ട. ജാസ്മിനെ അവളുടെ കിഴങ്ങ ചേട്ടനെ കൂടെ പഠിപ്പിക്കും. ഗാർഗിയുടെ നാവടപ്പിക്കാനേ നിങ്ങളായിട്ടില്ല. അതിന് നിങ്ങൾ ഇനി വേറെ ജനിക്കണം. നീ ആരോടാണ് ഈ സംസാരിക്കാൻ നിനക്ക് വല്ല ബോധമുണ്ടോ? നല്ല ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ നടക്കുന്ന എന്റെ ഭർത്താവിനോട്. ഇത്രയും വളർന്നിട്ടും അമ്മയുടെ സാരിത്തുമ്പിന്ന് പിടിവിടാത്ത മര്യാദയും മര്യാദ കേടോ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വിചിത്ര ജീവിയോട് എന്നോട് ഒച്ച വേണ്ട. ഒച്ച വെച്ചാലേ നിങ്ങൾ തോറ്റു പോതേ ഉള്ളൂ. അറിയാം, അവളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നടക്കാണല്ലോ നീ. ഞാൻ ആരെയും തോൽപ്പിക്കാൻ നടക്കുന്നുള്ളൊന്നും അല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന് എല്ലാവരും കൂടെ ചേർന്ന് ചക്രശ്വാസം വലിപ്പിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിക്കുന്ന ഒരു ഇത്തിരി ദയ, മനുഷ്യത്വം. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് അത് രണ്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ടാ. നീ അവളോട് ദയ കാണിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ ഈ കുടുംബത്തിലെ തറവാട്ടമേ. ഉണ്ടായിരുന്നത് മുഴുവൻ അവൾക്ക്. എന്നിട്ട് അവളോട് മനുഷ്യത്വം കാണിക്കുന്ന നിന്നെ ഈ മുറിയിലിട്ട് പൂട്ടിയാൽ മാത്രം പോരാ, ഒരാഴ്ച പട്ടിണിക്കിടയും വേണം. ഇവിടെ ഉള്ളത് മുഴുവനും അവള് ചോദിച്ചോ? ഇല്ലല്ലോ, കൊടുത്തതല്ലേ. എല്ലാം അവളുടെ സ്വത്താണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഗർവോടെ എപ്പോഴെങ്കിലും അവള് നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള കഴിവുണ്ടായിട്ടോ എല്ലാവരുടെ ആട്ടും തുപ്പും സഹിച്ച് അവള് മിണ്ടാതിരിക്കുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്കൊന്നും തൃപ്തി ആവുന്നില്ല. ഇനി അവളെ ജയിലിലാക്കുകയും കൂടി വേണം. മനസാക്ഷിയുള്ള ആർക്കും അതൊന്നും സമ്മതിച്ചു തരാൻ കഴിയില്ല. എന്നെ പൂട്ടിയിട്ടാലും പട്ടിണിക്കിട്ടാലും ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? അങ്ങനൊരു ഗതികേട് എനിക്കുണ്ടാവുമ്പോ ഞാൻ നിന്റെ മുന്നിൽ വരാം. അതുവരെ നീ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിക്കോ. തൊണ്ട പൊട്ടുന്നവരെ വിളിച്ചു കൂവിക്കോ. നീ വിചാരിച്ചാലൊന്നും ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.